Good morning. Good morning, ma'am. Good morning, miss. Okay, good morning. കുറച്ച് ദിവസമായി തോന്നുന്നു അല്ലെ കണ്ടിട്ട്. എങ്ങനെയില്ലായിരുന്നു പെരുന്നാളൊക്കെ? എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചോ? എങ്ങനെയില്ലായിരുന്നു ഈദ് പെരുന്നാൾ? എങ്ങനെയില്ലായിരുന്നു? എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചോ? ആരും ആഘോഷിച്ചില്ല. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങൾക്ക് സ്ക്രീനൊക്കെ കാണുന്നുണ്ടല്ലോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? Okay, ma'am. ശരി, ആരെയും കാണാനില്ല, അതുകൊണ്ട് പറഞ്ഞേ കേട്ടോ. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മള് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ ഫോർമുലകളാണ് നിലവിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഓർമ്മയുണ്ടല്ലോ? നമ്മൾ എവിടെ നിന്നൊക്കെ തുടങ്ങിയെന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ? കുറച്ച് ദിവസമായതുകൊണ്ട് ഇപ്പം ഒരു വായിച്ചു നോക്കിയോ? നിങ്ങള് വായിക്കാറുണ്ടോ? വായിച്ചു നോക്കണം കേട്ടോ. ശരി, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് കീ ഓക്കെ എക്സാം വായിച്ചു നോക്കാം കേട്ടോ കിട്ടുന്ന സമയത്തൊക്കെ. അപ്പോ ഇനി നമ്മൾ 6 ഫോർമുലകൾ വരാറില്ല, 7 എണ്ണം വരെ നമ്മള് പറഞ്ഞു നിർത്തിയിരുന്നു കേട്ടോ. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു ഓപ്പറേഷൻ തിയേറ്റർ, അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നമ്മൾ ഇതിനെ പറ്റി പഠിക്കുന്നതെന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ? നമ്മള് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അല്ലെ. നിങ്ങൾ ക്വാളിറ്റി അഷ്വറൻസിനകത്ത് പഠിക്കുന്നുണ്ട്, 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ പഠിക്കുന്നുണ്ട്. അതേ കാര്യം തന്നെയാണ് ഇവിടെ വരുന്നത്. നമുക്ക് അതിന്റെ ഫോർമുല കൂടെ ഇവിടെ പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് 7ാമത്തെ വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് കേട്ടോ. 7 വരെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് 8ാമത്തെ തൊട്ട് നോക്കാം കേട്ടോ. 8ാമത്തെ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. എട്ടാമത്തെ പോയിന്റ് ഇതാണ്. പെർസെന്റേജ് ഓഫ് സർജറീസ് where the organization procedure എന്താണ് അതിന് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതിന് ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. 8ാമത്തെയാണ് നമ്മളിപ്പോ പറയുന്നത് കേട്ടോ. 8ാമത്തെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പെർസെന്റേജ് ഓഫ് സർജറീസ് where the organization's procedure to prevent adverse events like wrong site, wrong patient and wrong surgery have been adhered to. അല്ലെ, നമ്മൾ 7 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകളും അതിന്റെ ഫോർമുലകളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ റെക്കോർഡഡ് ക്ലാസ് കാണാം. ഓക്കെ, 8ാമത്തെയാണ് നമ്മൾ ഈ പറയുന്നത്. പെർസെന്റേജ് ഓഫ് സർജറീസ് where the organization's procedure to prevent adverse events like wrong site, wrong patient and wrong surgery have been adhered to. ഇതാണ് പറയുന്നത്. അതായത് ഇപ്പൊ തെറ്റായിട്ടുള്ള സൈറ്റില് അല്ലെ, തെറ്റായിട്ടുള്ള സൈറ്റ് എന്നുവെച്ചാൽ നമ്മൾ സ്ഥലം മാറിയിട്ട് നമ്മൾ സർജറി ചെയ്ത് ചിലപ്പോ കൈത്തണ്ടയിൽ ചെയ്ത സർജറി ആയിരിക്കും, ചെയ്യാനൊരുങ്ങാൻ ചിലപ്പോൾ ഷോൾഡറിലായിരിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കാണ്. അപ്പൊ അത് കാരണം തെറ്റായ സൈറ്റ്, അതുപോലെ തന്നെ തെറ്റായ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആള് മാറിയിട്ടൊക്കെ ചിലപ്പോൾ സർജറി ചെയ്യാൻ ചില മെഡിക്കൽ നെഗ്ലിജൻസിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലെ. ആള് മാറി സർജറി ചെയ്യാം. അതുപോലെ തന്നെ റോങ് സർജറി, തെറ്റായ രീതിയിലുള്ള സർജറി. തെറ്റായ രീതിയിലുള്ള സർജറി എന്ന് പറഞ്ഞാല് ശസ്ത്രക്രിയയിൽ വല്ല പാകപ്പിഴകൾ വരിക, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ തെറ്റായ സൈറ്റ്, തെറ്റായ രോഗികള്, തെറ്റായ രീതിയിലുള്ള ശസ്ത്രക്രിയകള്, അങ്ങനെയുള്ള പ്രതികൂല സംഭവങ്ങളെ പ്രതിരോധിക്കാനായിട്ട്, തടയുന്നതിനായിട്ട് ഓർഗനൈസേഷൻ, അതായത് ഹോസ്പിറ്റലിൽ ചില നടപടിക്രമങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള പ്രതികൂല സംഭവങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് ഹോസ്പിറ്റൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ചില നടപടിക്രമങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത്തരം നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള ശസ്ത്രക്രിയകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? അതായത് തെറ്റായ സൈറ്റ്, തെറ്റായ രോഗികള്,
തെറ്റായ ശസ്ത്രക്രിയ അങ്ങനെയുള്ള പ്രതികൂല സംഭവങ്ങൾ തടയുന്നതിനായിട്ട് ഈ പറയുന്ന ഓർഗനൈസേഷന്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള ശസ്ത്രക്രിയകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് കേട്ടോ. പെർസെന്റേജ് ഓഫ് സർജറീസ് where the organization procedure to prevent the adverse events like the wrong site, wrong patient and wrong surgery have been adhered to. അപ്പൊ എന്തായിരിക്കും ആ കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന ഫോർമുലകളൊന്നും നിങ്ങൾ ഇങ്ങനെ കാണാപ്പാടൊന്നും പഠിക്കേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് കിട്ടിയാണ്. അല്ലെ, കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ച് കണക്ട് ചെയ്ത് ചിന്തിച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾ പഠിക്കണം. അല്ലാതെ നമ്മളിങ്ങനെ കുറെ 32 ഫോർമുല ഇങ്ങനെ കാണാപ്പാട് കൈക്കാട്ടേക്ക് പഠിക്കുന്ന ബുദ്ധിമുട്ടാണ്. നമ്മളെ ശ്രദ്ധയിൽ മാത്രമല്ല, നിങ്ങളുടെ എക്സാം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അല്ല, ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അല്ലെ, നമ്മള് മെമ്മറിയിലെടുത്ത് എഴുത്തൊന്നും വേണ്ട. അല്ലെ, 4 ഓപ്ഷൻസ് തന്നെയിൽ കറക്റ്റ് ആയിട്ടുള്ള ഫോർമുല ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ടാസ്ക് മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ട് ആ കൺസെപ്റ്റ് നല്ലപോലെ ക്ലിയർ ചെയ്തിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ കുറേയൊക്കെ നിങ്ങൾക്ക് ഫോർമുലകള് പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ ഇവിടെ ചെയ്താൽ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കുമ്പോൾ അയ്യോ ഇത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ തോന്നിപ്പോവും. അതിന്റെ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. കൺസെപ്റ്റ് ക്ലിയർ ആയാലോ? നിങ്ങൾക്ക് എന്താ ഇവിടെ പറഞ്ഞതെന്ന് ഉദ്ദേശിച്ചത്? തെറ്റായിട്ടുള്ള സൈറ്റ്, തെറ്റായിട്ടുള്ള പേഷ്യൻസ്, തെറ്റായ രീതിയിലുള്ള ശസ്ത്രക്രിയകള് അങ്ങനെയുള്ള പ്രതികൂല സംഭവങ്ങൾ ഒഴിവാക്കാനായിട്ട് ഓർഗനൈസേഷന്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് അങ്ങനെ നടന്നിട്ടുള്ള ശസ്ത്രക്രിയകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ എന്തായിരിക്കും അപ്പൊ അതിന്റെ ഫോർമുല എങ്ങനെ ഇരിക്കും വരിക? നമ്പർ ഓഫ് സർജറീസ് where the procedure was as followed. അല്ലെ, നമ്പർ ഓഫ് സർജറീസ് where the procedure was as followed. കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള ശസ്ത്രക്രിയകളുടെ എണ്ണം. അല്ലെ, അതാണ് നമ്മൾ പഠിച്ചത്. അല്ലെ, കൃത്യമായിട്ട് പ്രൊസീജിയർ അല്ലെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള ശസ്ത്രക്രിയകളുടെ എണ്ണം ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ്, ആകെ നടന്നിട്ടുള്ള സർജറികളുടെ എണ്ണം ഇൻറ്റു 100. 100 എന്താണ്? പെർസെന്റേജ് ആണ് നമ്മൾ കണക്കാക്കുന്നത്. അല്ലെ, റേറ്റ് അല്ലെ, പെർസെന്റേജ് ആണ് ഇൻറ്റു 100. അപ്പൊ ആകെ എത്ര ശസ്ത്രക്രിയകൾ അവിടെ നടന്നിട്ടുണ്ട്, അതിനകത്ത് എത്ര സർജറികൾ ഈ കൃത്യമായുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് നടന്നിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു ഇതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെ ഫോർമുല വരിക? നമ്പർ ഓഫ് സർജറീസ് where the procedure was as followed. കൃത്യമായിട്ട് പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ട് നടന്നിട്ടുള്ള സർജറികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ്, ആകെ നടന്നിട്ടുള്ള സർജറികളുടെ എണ്ണം ഇൻറ്റു 100. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അടുത്തത് കേട്ടോ. നെക്സ്റ്റ് 9ാമത്തെ പോയിന്റ് ഇതാണ്. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യം മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അതൊന്ന് കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാം, ജസ്റ്റ് മനസ്സിലെത്തി വായിക്കാം, ഓപ്ഷൻ നോക്കുക, തിരിച്ചറിയാം കേട്ടോ. അടുത്ത നോക്കാം, പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്. അടുത്ത നമ്മൾ പഠിക്കുന്നത് പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസുകളുടെ ശതമാനം. അപ്പൊ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്ന വാക്ക് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. കാര്യം എന്താ? നമ്മൾ ബ്ലഡ് ബാങ്കിനകത്ത് പഠിച്ചതാണ് അല്ലെ. ട്രാൻസ്ഫ്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അതെ, ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇറ്റ്സ് ദ ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് കമ്പോണൻസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. അല്ലെ, നമ്മളൊരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ആണല്ലോ. ഓക്കെ, നമുക്കറിയാം ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കണ്ടക്ട് ചെയ്യും. വെറുതെ അങ്ങ് ട്രാൻസ്ഫർ ചെയ്യല്ല അല്ലെ, ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ട് സേഫ് ആയിട്ട് മാത്രമാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത്. പിന്നെ ഒരു കാര്യം നമുക്കറിയാം, നമ്മൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ചില റിയാക്ഷൻസുകൾ ഉണ്ടാവാം. റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അത്ര നല്ല റിയാക്ഷൻസ് ആവില്ല, കുറച്ച് ഹോസ്റ്റൈൽ ആയിട്ടുള്ള റിയാക്ഷൻസ് ആയിരിക്കും. ചിലപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് എത്ര ചേർച്ചയുള്ള ബ്ലഡ് ആണെങ്കിൽ കൂടി നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ സ്വീകരിക്കുന്ന ആളെ സംബന്ധിച്ച് അതൊരു ഫോറിൻ ബ്ലഡ് ആണ്, അയാളുടെ ശരീരത്തിന്റെ ഭാഗമല്ലാത്തൊരു ബ്ലഡ് ആണ് അയാളുടെ ശരീരത്തിലോട്ട് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ചില റിയാക്ഷൻസ് അതുപോലെ ഉണ്ടാകാം. റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നല്ല റിയാക്ഷൻ അല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള, കുറച്ച് പ്രതികൂലമായിട്ടുള്ള റിയാക്ഷൻസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ എന്താണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതൊന്ന് വായിക്കാനുള്ളത്.
എനി ഹോസ്റ്റൈൽ റിയാക്ഷൻ, ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേഞ്ചറസ് ആയിട്ടുള്ള, അപകടകരമായിട്ടുള്ള, പ്രതികൂലമായിട്ടുള്ള എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. എനി ഹോസ്റ്റൈൽ റിയാക്ഷൻ ടു ദ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് ഓർ ബ്ലഡ് കമ്പോണൻസ് should be considered as a transfusion reaction. അപ്പൊ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫ്യൂഷൻ മൂലം ഉണ്ടാകുന്ന ചില പ്രതികൂല സംഭവങ്ങൾ, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള സംഭവങ്ങളുടെ ശതമാനമാണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, ഇറ്റ് മേ റേഞ്ച് ഫ്രം എ മൈൽഡ് അലർജിക് റിയാക്ഷൻ, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് ചിൽസ്, ഫിഗേഴ്സ്, ടു ദ ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻസ് ലൈക്ക് ട്രാലി ആൻഡ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ്. നമ്മൾ പറഞ്ഞല്ലോ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ടാവുന്ന നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ഉണ്ടാവുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ മൈൽഡ് ആയിട്ടുള്ള ചെറിയ അലർജിക് റിയാക്ഷൻസ് തൊട്ട് എന്തുവരെ ഉണ്ടാവാന്ന് പറയുന്നത് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരെ അതുമൂലം ഉണ്ടാവാം. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാല് ചെറുത് തൊട്ട് വലുതായിട്ടുള്ള വരെ റിയാക്ഷൻസ് ഉണ്ടാവാന്ന് പറഞ്ഞത്. അപ്പൊ നോക്കിയ മൈൽഡ് അലർജിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നോക്കി ഇൻക്ലൂഡിംഗ് ചിൽസ് ആൻഡ് വിതേഴ്സ്. ചിൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് ഓഫ് കോൾഡ്നെസ് ആണ്, നമുക്കൊരു തണുപ്പ് പോലെ അനുഭവപ്പെടുക, നമുക്കൊരു ഷിവറിങ് ഷേക്കിംഗ് ഒക്കെ പോലെ വരും, അതൊക്കെയാണ്. ട്രിഗർ എന്ന് പറഞ്ഞാൽ ഇതേ സംഭവം തന്നെ, നമുക്ക് ഷിവർ ചെയ്യുക, ഷേക്ക് ചെയ്യാം, നമ്മുടെ വല്ലാത്തൊരു ബ്ലഡ് നമ്മുടെ ശരീരത്തിനകത്തോട്ട് വരുന്നത് ചിലപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരും, നമുക്കൊരു ഷിവറിങ് പോലെ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഷേക്കിംഗ് പോലെയൊക്കെ നമുക്ക് അനുഭവം. ഓക്കെ, ഇതൊക്കെ വളരെ മൈൽഡ് ആയിട്ടുള്ളതാണ്. അത് തൊട്ട് ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻസ്, വളരെ ജീവന ഹാനികരമാകുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരില്ല. ലൈക്ക് നോക്കൂ, ട്രാലിയുടെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട. എന്താണെന്നറിയാമോ? ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് എഴുതി വെച്ചോളൂ കേട്ടോ. ട്രാലിയുടെ ഫുൾ ഫോം ഒന്ന് എഴുതി വെച്ചോളൂ. ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി. എന്താണ്? ടി എന്താണ്? ട്രാൻസ്ഫ്യൂഷൻ ആണ് കേട്ടോ. ആറ് റിലേറ്റഡ്, ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട്, ACUAT, അക്യൂട്ട് ലങ് ഇഞ്ചുറി, ലങ് ഇഞ്ചുറി. അതായത് നമുക്ക് ഈ ട്രാൻസ്ഫ്യൂഷൻ മൂലം ഉണ്ടാകുന്ന ലങ് ഇഞ്ചുറിയാണ്, ശ്വാസകോശത്തിന് വരുന്ന ചില ഇഞ്ചുറിയാണ് കേട്ടോ. അത് വളരെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ്, GVHD എന്നാണ് പറയാ കേട്ടോ. GVHD, ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ്. എന്താ സംഭവത്തിൽ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇമ്മ്യൂൺ സെൽസ് ഓഫ് ദ ഡോണർ, അതായത് ദാതാവിന്റെ ശരീരത്തിലുള്ള ഇമ്മ്യൂൺ സെൽസുകൾ എന്ത് ചെയ്യാണ്? അറ്റാക്ക് ചെയ്യാണ്. അറ്റാക്ക് ദ റെസിപ്പിയൻസ് ബോഡി. റെസിപ്പിയൻ എന്ന് വെച്ചാൽ സ്വീകരിക്കുന്ന ആളുടെ ശരീരത്തിന് അറ്റാക്ക് ചെയ്യാണ്. സ്വീകരിക്കുന്ന ആളെയാണ് നമ്മൾ ഹോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഗ്രാഫ്റ്റ് വേഴ്സസ്, ഗ്രാഫ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇമ്മ്യൂൺ സെൽസ് ഓഫ് ദ ഡോണർ ബോഡി, അതായത് ഈ പറയുന്ന പ്രത്യേകിച്ച് നമ്മള് ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തില്ലേ, ഈ പറയുന്ന എന്താ പറയാ ട്രാൻസ്പ്ലാന്റേഷൻ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് ഈ ഡോണർ, ദാതാവിന്റെ ശരീരത്തിൽ നിന്നുള്ള ഇമ്മ്യൂൺ സെൽസുകൾ, അതാണ് ഇവിടെ ഗ്രാഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദാതാവിന്റെ കൊടുക്കുന്ന ആളുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂൺ സെൽസുകൾ എന്ത് ചെയ്യാണ്? ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസിപ്പിയൻസ് ബോഡിയാണ്, സ്വീകർത്താവിന്റെ ബോഡിയാണ്. അവിടെ ചെന്നിട്ട് അവരുടെ ബോഡിനെ അറ്റാക്ക് ചെയ്യാണ്. ഓക്കെ, അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം ഇയാൾ കൊടുക്കുന്ന സെല്ലുകൾ അയാളുടെ ഹോസ്റ്റിന്റെ ശരീരത്തിൽ എത്തുമ്പോൾ ആ സെല്ലുകൾ ഹോസ്റ്റിന്റെ, അതായത് സ്വീകരിക്കുന്ന ആളുടെ ശരീരത്തിൽ അത് ആക്രമിക്കും. അപ്പൊ അയാളുടെ ശരീരത്തിൽ ഭയങ്കര മോശമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം കേട്ടോ. അതാണ് പറഞ്ഞത് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞാല് ഇമ്മ്യൂൺ സെൽസ് ഓഫ് ദ ഡോണർ ബോഡി അറ്റാക്സ് ദ എന്താണ് ഈ പറയുന്ന റെസിപ്പിയൻസ് ബോഡി. റെസിപ്പിയൻ ബോഡി എന്ന് വെച്ചാൽ ഈ പറയുന്ന സ്വീകരിക്കുന്ന ആളുടെ ബോഡിനെ അറ്റാക്ക് ചെയ്യും. ഹോസ്റ്റ് ആണ്, അവരാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് GVHD കേട്ടോ, ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് അത്രയും ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസിന്റെ ശതമാനം. അപ്പൊ എന്തായിരിക്കും ഫോർമുല? എങ്ങനെയായിരിക്കും വരിക? ഇങ്ങനെയായിരിക്കും ഫോർമുല വരാം. നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് അല്ലെ, നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുകളുടെ എണ്ണം അല്ലെ, അങ്ങനെ നടന്നിട്ടുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ്ഡ് ടു എ പേഷ്യന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ നടത്തിയിട്ടുള്ള, ട്രാൻസ്ഫ്യൂസ് ചെയ്തിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് യൂണിറ്റില് എത്ര എണ്ണത്തില് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻറ്റു 100. 100 എന്താണ്? പെർസെന്റേജിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ്. ദാറ്റ് മീൻസ് എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസ് ട്രാൻസ്ഫ്യൂസ്ഡ് ടു എ പേഷ്യന്റ്. പേഷ്യന്റിന്റെ ശരീരത്തിലേക്ക് എത്ര യൂണിറ്റുകൾ ബ്ലഡ്
അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ നടത്തിയിട്ടുള്ള ബ്ലഡുകളുടെ ആ ഒരു യൂണിറ്റ്, അതിന്റെ ടോട്ടൽ യൂണിറ്റില് എത്ര എണ്ണത്തിൽ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് സംഭവിച്ചിട്ടുണ്ട് ഇൻറ്റു 100 ചെയ്ത് നമുക്ക് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ? 9ാമത്തെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നമ്മുടെ കഴിയാണ്. ഓക്കെ, ഇനി അടുത്തത് 10ാമത്തെ കേട്ടോ. 10ാമത്തെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, അതിന്റെ ഫോർമുല എന്താണ് നമുക്ക് നോക്കാം. എന്താണ്? സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU? ICUവിലുള്ള മരണനിരക്കാണ് സ്റ്റാൻഡർഡൈസ്ഡ് മരണനിരക്ക്. അതിന്റെ റേറ്റ് ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, ഒരു കാര്യം നമുക്കറിയാം, ICUവിലുള്ളത് എങ്ങനെയുള്ള പേഷ്യൻസ് ആയിരിക്കും? വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, വളരെ സിവിയർ ആയിട്ടുള്ള പേഷ്യൻസുകളായിരിക്കും എവിടെ ഉണ്ടായിരിക്കുക? ICUവിന്റെ അടുത്ത് ഉണ്ടായിരിക്കുക. അപ്പൊ മോർട്ടാലിറ്റി റേറ്റ് ആണ് നമ്മളുടെ കണക്കാക്കുന്നത്. ആദ്യം തന്നെ എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമ്മൾ ഫോർമുല പഠിക്കാനായിട്ട്. ആണല്ലോ? ഓക്കെ, അപ്പൊ നോക്കിക്കേ, സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. is the ratio of the perceived or actual mortality and the anticipated mortality for a specific time period. എന്താണ് പറയുന്നത്? The ratio of the perceived or actual mortality. Mortality എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെത്ത് റേറ്റ് ആണ്. പഠിച്ചിട്ടുണ്ടാവും അല്ലെ? മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെത്ത് റേറ്റ് ആണ് അല്ലെ? മരണനിരക്കാണ്. അതായത് പെർസീവ്ഡ് ഓർ ആക്ച്വൽ മോർട്ടാലിറ്റി, അതായത് ആകെ നടന്നിട്ടില്ല, ആക്ച്വൽ ആയിട്ട് നടന്നിട്ടുള്ള, വ്യക്തമായിട്ട് നടന്നിട്ടുള്ള മരണങ്ങളുടെ ആകെ എണ്ണം. എവിടെ നടന്നിട്ടുള്ളതാ? ICUവിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. ICUവിൽ നടന്നിട്ടുള്ള, വ്യക്തമായിട്ട് നടന്നിട്ടുള്ള മരണങ്ങളുടെ എണ്ണം divided by എന്താണ്? ആന്റിസിപ്പേറ്റഡ് മോർട്ടാലിറ്റി ഫോർ എ സ്പെസിഫിക് ടൈം പീരീഡ്. അതായത് ആ ഒരു നിശ്ചിത പീരീഡില് ICUവിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മരണങ്ങളുടെ എണ്ണം. എങ്ങനെ നമ്മൾ എന്ത് തമ്മിലുള്ള റേഷ്യോ ആണ്? ICUവിൽ നടന്നിട്ടുള്ള വ്യക്തമായിട്ടുള്ള മരണങ്ങളുടെ എണ്ണവും ഇനി ICUവിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന, പ്രതീക്ഷിക്കുന്ന മരണങ്ങളുടെ എണ്ണം, അവ തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്? മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? എന്തായാലും ICUവിൽ ഓൾറെഡി നടന്ന ചില മരണങ്ങൾ ഉണ്ടാവും, നടന്നു കഴിഞ്ഞ മരണങ്ങൾ ഉണ്ടായിരിക്കും, അതിന്റെ എണ്ണവും ഇനി ആ ICUവിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില മരണങ്ങളുണ്ട്. കാര്യം നമുക്ക് അറിഞ്ഞു, വളരെ സിവിയർ ആയിട്ടുള്ള, ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ അതിന്റെ മരണം എക്സ്പെക്ട് ചെയ്യുന്ന, മരണം സുനിശ്ചിതമായിട്ടുള്ള ചില രോഗികൾ ഉണ്ടായിരിക്കും. എക്സ്പെക്ടഡ് ആണ്, അത് മരിക്കും എന്നുള്ള കാര്യം എക്സ്പെക്ടഡ് ആണ്. അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം, അവ തമ്മിലുള്ള റേഷ്യോ ആണ് മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇൻറ്റു 100% കേട്ടോ? ക്ലിയർ ആയോ? അപ്പൊ എങ്ങനെയായിരിക്കും? ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രെഡിക്റ്റഡ് ആണ്. ദാറ്റ് മീൻസ് എക്സ്പെക്ടഡ് മോർട്ടാലിറ്റി ആണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന മരണങ്ങളുടെ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഫോർമുല എങ്ങനെയാ വരിക? ആക്ച്വൽ ഡെത്ത് ഇൻ ICUവിൽ നടന്നിട്ടുള്ള, വ്യക്തമായിട്ടുള്ള, അതായത് കൃത്യമായിട്ട് നടന്നിട്ടുള്ള മരണങ്ങളുടെ എണ്ണം. മരിച്ചു കഴിഞ്ഞ കേസുകളാണ് അത് കേട്ടോ. ICUവിൽ നടന്നിട്ടുള്ള മരണങ്ങളുടെ എണ്ണം divided by predicted death in ICUവിൽ പ്രഡിക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ മരിച്ചിട്ടില്ല പക്ഷെ നമ്മൾ മരണം പ്രതീക്ഷിക്കുന്ന കേസുകളുടെ എണ്ണം ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ മതി. എന്തിനു ബേസ് ചെയ്തിട്ടാ? ICUവിനെ ബേസ് ചെയ്തിട്ടാ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ പറഞ്ഞത്? 10ാമത്തെ പോയിന്റ് കേട്ടോ, സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? എളുപ്പമല്ലേ നമുക്ക്? അടുത്തത് നോക്കാം കേട്ടോ. കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാം. ജസ്റ്റ് ആ ഒരു ഇത് വെച്ച് നിങ്ങൾ ചിന്തിച്ചാൽ കിട്ടുന്നുണ്ട് കേട്ടോ. കണക്കാടൊക്കെ പഠിക്കേണ്ട. പിന്നെ വരുന്നതാണ് 11 കേട്ടോ. അടുത്തത് നെക്സ്റ്റ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours with a similar presenting complaints. ഇതൊക്കെ നിങ്ങൾ അഷുറൻസിൽ പഠിക്കുന്ന ക്വാളിറ്റി പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. സെയിം തന്നെയാണ് ഇവിടെ പറയുന്നത്. Return to the emergency department within 72 hours with a similar presenting complaints. അതായത് സമാനമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് 72 മണിക്കൂറിനുള്ളിൽ വീണ്ടും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ പറയാം, സമാനമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് 72 മണിക്കൂറിനുള്ളിൽ വീണ്ടും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന കേസുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ആള് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് ആദ്യം ഹോസ്പിറ്റലിൽ വിളിക്കാൻ നമ്മൾ പോവുക, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ടല്ലേ നമ്മൾ പോവാം, കാഷ്വാലിറ്റിയിലോട്ടല്ലേ നമ്മൾ പോവാം. ഓക്കെ, അപ്പൊ അവിടെ ഒരു പേഷ്യൻസ് ചെല്ലുന്നു, അവരെന്തെങ്കിലും ഒരു ചെസ്റ്റ് പെയിനോ എന്തെങ്കിലും ആയിട്ടാണ് അവർ കാഷ്വാലിറ്റി ചെല്ലുന്നതിരിക്കാം. ഓക്കെ, അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ ജസ്റ്റ് നോക്കുന്നു, അത്യാവശ്യം അവർക്ക് വേണ്ട മരുന്നുകൾ കൊടുക്കുന്നു, ട്രീറ്റ്മെന്റുകൾ അത്യാവശ്യം വേണ്ട പരിചരണങ്ങളൊക്കെ കൊടുത്തിട്ട് അവർ പറഞ്ഞയക്കുകയാണ്. കാര്യം ആ സ്റ്റേബിൾ ആയി, ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നിയപ്പോ ആ പേഷ്യന്റിന് തിരിച്ചു വീട്ടിലോട്ട് പറഞ്ഞയക്കണം.
പക്ഷേ 72 മണിക്കൂറിനുള്ളില് ഇത് 72 മണിക്കൂർ കഴിഞ്ഞപ്പോ ഇതേ സെയിം പ്രോബ്ലം ആയിട്ട് അതേ രോഗി എങ്ങോട്ടേക്ക് വരികയാണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് തിരിച്ചു വരുന്നത്. എന്തുകൊണ്ടായിരിക്കാം, എന്തായിരിക്കാം കാരണം? ചിലപ്പോൾ ആദ്യം കൊടുത്ത പരിചരണത്തില് വേണ്ടത്ര കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് ചിലപ്പോൾ നടത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കൊടുത്ത പരിചരണത്തില് അല്ലെങ്കിൽ കൊടുത്ത മെഡിക്കേഷൻസിൽ എന്തെങ്കിലും വേണ്ടത്ര ഒരു ഇഫക്റ്റീവ്നെസ് ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അവർക്ക് വീണ്ടും സെയിം പ്രശ്നമായിട്ട് തന്നെ വീണ്ടും എവിടേക്ക് വരേണ്ടി വന്നത്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് വരേണ്ടി വന്നത്. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള കേസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പറയുന്നത് 72 hours ആണ് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക് പറഞ്ഞത്? അതാണ് പറയുന്നത്. റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്, സമാനമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് 72 മണിക്കൂറിനുള്ള വീണ്ടും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് റിട്ടേൺ ചെയ്യുന്ന, തിരിച്ചു വരുന്ന കേസുകളുടെ ശതമാനം. അപ്പൊ എങ്ങനെയായിരിക്കും ഫോർമുല, എങ്ങനെയായിരിക്കും വരികയെന്ന് ആലോചിച്ച് നോക്കിയേ. ഫോർമുല number of returns to the emergency within 72 hours with a similar presenting complaint. അല്ലെ, സമാനമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് 72 മണിക്കൂറിൽ വന്നിട്ടുള്ള കേസുകളുടെ ആകെ എണ്ണം. ഇത് തന്നെയാണ് എല്ലാത്തിന്റെയും ഈ ഇതുണ്ടല്ലോ, ഈ ഹെഡിങ് അത് തന്നെയായിരിക്കും എല്ലാത്തിന്റെയും ന്യൂമറേറ്റർ ആയിട്ട് വരിക കേട്ടോ. ഡിനോമിനേറ്റർ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരുള്ളൂ. ബാക്കിയെല്ലാം ഈ സംഭവം തന്നെയാണ് ന്യൂമറേറ്റർ ആയിട്ട് വരിക കേട്ടോ. ന്യൂമറേറ്റർ എന്ന് വെച്ചാൽ അംശങ്ങളുടെ ഭാഗം കേട്ടോ. divided by എന്താണ്, നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഹാവ് കം ടു ദ എമർജൻസി. അല്ലെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുള്ള ആകെ പേഷ്യന്റുകളുടെ എണ്ണം. അല്ലെ, അപ്പൊ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? അതായത് സമാനമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ 72 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വന്നിട്ടുള്ള ആളുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുള്ള ആകെ ആളുകളുടെ എണ്ണം. ആകെ ആളുകൾ എത്ര എണ്ണം വന്നിട്ടുണ്ട്, അതിനകത്ത് സിമിലർ പ്രശ്നമായിട്ട് എത്ര പേര് തിരിച്ചു വന്നിട്ടുണ്ട്, അതാണ് അവിടെ നോക്കുന്നത്. ഇൻറ്റു 100 എന്തിനാ, പെർസെന്റേജ്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ, മനസ്സിലായില്ലേ? അടുത്തത് നെക്സ്റ്റ് 12ാമത്തെ എന്താണ്, ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. ഇവിടെ വായിക്കാണ്, ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ ദ അഡ്മിഷൻ. പ്രാക്ടിക്കലി കൊടുത്തിട്ടുണ്ട് bed sore per 1000 patient days കേട്ടോ. bed sore per 1000 patient days. അപ്പൊ ആദ്യം എന്താണ് പ്രഷർ അൾസർ എന്ന് പറഞ്ഞാല്? പ്രഷർ അൾസർ അഥവാ ബെഡ് സോർ എന്നൊക്കെ പറയും. രണ്ടും സെയിം തന്നെയാണ്. പ്രഷർ അൾസർ അല്ലെങ്കിൽ ബെഡ് സോർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നിങ്ങൾ പഠിച്ചോന്ന് എനിക്ക് അറിയില്ല. സംഭവം എന്താണ്? അതായത് നമ്മൾ ഒരുപാട് നാളുകളോട് ഇങ്ങനെ ബെഡില് നമുക്ക് കഴിയേണ്ടി വരുമ്പോ, പ്രത്യേകിച്ച് ഈ ബെഡ് റിഡൻ ആയിട്ടുള്ള അത് തന്നെ കറക്റ്റ് ആണ് കേട്ടോ. ശ്രീലക്ഷ്മി കുറെ ദിവസം കിടന്നാൽ അതായത് സ്കിന്നിന്റെ അറിയാൻ തന്നെ സംഭവം എന്താണ്. അതായത് നമ്മൾ ഈ ബെഡിനകത്ത് എന്താണ് ശ്രീലക്ഷ്മി ബോഡി, അത് തന്നെ ബോഡി കറക്റ്റ് ആണ് കേട്ടോ ശ്രീലക്ഷ്മി. ബോഡിയിൽ റാഷസ് വരുന്നതാണ്. അതായത് നമ്മൾ കുറെ കാലങ്ങളോളം ബെഡിൽ, പ്രത്യേകിച്ച് നമ്മുടെ വയസ്സായ ആൾക്കാരൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുന്നവർക്കും അല്ല, ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവില്ലേ, കുറെ നാളുകളോളം ബെഡിൽ തന്നെ കിടക്കുമ്പോ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ആ നമ്മുടെ സ്കിന്ന് ആ ബെഡുമായിട്ട് അമരുന്ന ആ ഒരു പ്രഷറിന്റെ ഭാഗമായിട്ട് അത് തന്നെ പൊട്ടും. അത് തന്നെ കറക്റ്റ് ആണ്. എന്ന് വെച്ചാൽ ആ സ്കിന്നിന്റെ അവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയും. എന്ത് സംഭവിക്കും? അവിടെ ഇഞ്ചുറി ഉണ്ടാകുമല്ലോ, മുറിവ് ഉണ്ടാവാൻ തുടങ്ങിയ പഴുപ്പൊക്കെ വരും. ഈ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യന്റിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പിന്നെ ആൾക്കാര് വാട്ടർ ബെഡിലോട്ടൊക്കെ മാറാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് വെച്ചാൽ പ്രഷർ നമുക്ക് കുറച്ച് കുറഞ്ഞു വരും. മറ്റേ ബെഡാണെങ്കിൽ കുറെ നാളുകളോട് ഈ രോഗി കിടക്കുമ്പോ ആ ഒരു സ്കിന്നില് ആ ഒരു ബെഡ് മാറ്റുന്ന ആ ഒരു ഫ്രിക്ഷൻ, ആ ഒരു പ്രഷർ വരുന്നത് മൂലം അവിടെ സ്കിന്നിന് ഭയങ്കര പൊട്ടും പഴുപ്പ് വരും. കണ്ടിട്ടില്ലേ? ഭയങ്കര അവസ്ഥയാണത്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ അത് അത്ര നല്ല ലക്ഷണമല്ല. കാര്യം എന്താന്ന് വെച്ചാൽ അത്ര ക്വാളിറ്റി കെയർ കിട്ടാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ബെഡ്സോറും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് കേട്ടോ. അത് അഡ്മിഷൻ സമയത്ത് ഉണ്ടാവില്ല, അഡ്മിഷന് ശേഷം വരുന്നൊരു സംഭവമാണ്. എന്ന് പറഞ്ഞ് കൂടുതൽ കാലം അവർ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് കിടന്ന് പോകുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രഷർ അൾസേഴ്സ് അഥവാ ബെഡ്സോർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കേസുകളുടെ ശതമാനമല്ല, അവിടെ ശതമാനമായിട്ടല്ല, അത്തരം സംഭവങ്ങളുടെ ആ ഒരു റേറ്റ് ആണ് അവിടെ കണക്കാക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ബെഡ്സോർ 1000 പേഷ്യന്റ്, 1000 രോഗികളിലാണ് നമ്മൾ ഈ 1000 എന്നൊക്കെ പറയുന്ന ഓരോ യൂണിറ്റുകളാണ്. നമ്മളിപ്പോ ഓവർവ്യൂ പഠിച്ചപ്പോ കുറെ മോർട്ടാലിറ്റി റേറ്റിംഗ്സ് ആൻഡ് മോർട്ടാലിറ്റി റേറ്റ് പഠിച്ചപ്പോ അതിനകത്ത് നമ്മൾ ഒരു യൂണിറ്റ് വെച്ചിട്ട് 1000 യൂണിറ്റ് ആളുകളുടെ, അല്ലെങ്കിൽ 10000 യൂണിറ്റ് ആളുകളുടെ, 500 യൂണിറ്റ് ആളുകളുടെ, അങ്ങനെ ഓരോ യൂണിറ്റ് ഓഫ് പോപ്പുലേഷനിലാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇവിടെ നമ്മളത് കണക്കാക്കുന്നത് 1000 യൂണിറ്റിലാണ് കണക്കാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്?
അപ്പൊ എന്താണ് പ്രഷർ അൾസർ എന്ന് നിങ്ങൾക്ക് അറിയാം, അത് അവിടെ കൊടുത്തിട്ടുണ്ട്. A pressure ulcer is localized injury to the skin and or underlying tissue, normally over a bony prominence, as a result of the pressure or pressure in the consolidation with the shear or friction. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. ആ ഒരു ഫ്രിക്ഷൻ മൂലം ബെഡുമായിട്ട് അമരുന്നതിന്റെ ഫലമായിട്ട് അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതാണ്. പറയുമ്പോൾ അവിടെ സ്കിന്നൊക്കെ പൊട്ടും, അത് മുറിവാകും, അത് പഴുക്കും, അതിന് വരാനുള്ളൊരു അങ്ങനെയുള്ള വളരെ ഒരു മോശാവസ്ഥയിലോട്ട് പോകും കേട്ടോ. അതിനെയാണ് നമ്മുടെ ബെഡ് സോർ. ഇന്നത്തെ ആളുകൾ അതുകൊണ്ട് വാട്ടർ ബെഡുകളൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുക. അതാവുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറച്ച് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ നോക്കാം ഫോർമുല എങ്ങനെയായിരിക്കും വരിക. ഇങ്ങനെയായിരിക്കും ഫോർമുല വരിക. ശ്രദ്ധിക്കണം കേട്ടോ, ഫോർമുല ശ്രദ്ധിക്കണേ. നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഡെവലപ്പ് ന്യൂ or worsening of pressure ulcer. അതായത് പ്രഷർ അൾസർ അഥവാ ബെഡ് സോർ ഡെവലപ്പ് ചെയ്യുന്ന രോഗികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ് ഇൻടു 1000. അതാണ് ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ് ഇൻടു 1000. ഇൻടു ആണ് കേട്ടോ, ഇൻടു 1000. അപ്പൊ എന്താണ് പേഷ്യന്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? എന്താ പേഷ്യന്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? The total number of days that the patient has been hospitalized. കേട്ടോ, അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന ആകെ ദിവസങ്ങളുടെ എണ്ണത്തിനെയാണ് നമ്മൾ പേഷ്യന്റ് ഡേയ്സ് എന്ന് പറയുന്നത്. എപ്പോഴും മനസ്സിലുണ്ടാവണം കേട്ടോ. അതായത് ഈ ഒരു രോഗികള് ഈ പറയുന്ന ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന, അതായത് ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യപ്പെടുന്ന ആകെ ദിവസങ്ങളുടെ എണ്ണം, അതാണ് പേഷ്യന്റ് ഡേയ്സ് എന്ന് പറയുന്നത്. ഇൻടു 1000 ആണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ 1000 രോഗികളിലാണ് കണക്കാക്കുന്നത്. അതായത് 1000 രോഗികൾ ഈ പറയുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ ചെലവഴിച്ച ആകെ ദിവസങ്ങളുടെ എണ്ണമാണ്. ഒരു രോഗിയുടെ എല്ലാം നമ്മൾ കണക്കാക്കുന്നത് അല്ലെ. 1000 രോഗികളുടെയാണ് 1000 യൂണിറ്റ് ആണ് നമ്മൾ കണക്കാക്കുന്നത്. സോ 1000 രോഗികള് ചെലവഴിച്ചിട്ടുള്ള, അതായത് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആകെ ദിവസങ്ങളുടെ എണ്ണം. അതിനകത്ത് എത്ര പേരില് ഈ പറയുന്ന ബെഡ് സോർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതാണ് നമ്മുടെ കാൽക്കുലേറ്റ്. Clear ആണോ? Number of patients who develop new or worsening of the pressure ulcer divided by total number of patient days into 1000. നമ്മളൊരു 1000 യൂണിറ്റിലാണ് കണക്കാക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായല്ലോ? അത്രയേ കേട്ടോ. അടുത്തത് 13ാമത്തേതാണ് catheter associated urinary tract infection rate. അതാണ് catheter associated urinary tract infection rate. കത്തീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ റേറ്റ്, അതാണ് നമ്മൾ കാണുന്നത് കേട്ടോ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ ശതമാനം അല്ല കേട്ടോ, അവിടെ ശതമാനമല്ല, നമ്മൾ ഇതുപോലെ 1000 യൂണിറ്റിലാണ് കണക്കാക്കുന്നത് കേട്ടോ. കത്തീറ്റർ നമുക്കത് നമ്മള് ഇവിടെ നിങ്ങൾ ഇത് പഠിച്ചില്ലേ, നോസോകോമിയൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പഠിച്ചില്ലേ, നോസോകോമിയൽ ഇൻഫെക്ഷൻ. അതുപോലെ അങ്ങനൊരു ഇൻഫെക്ഷൻ ആണ് ശരിക്കും കത്തീറ്റർ റിലേറ്റഡ് ആയിട്ട് വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. ഏറ്റവും നല്ലൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുമ്പോൾ നമുക്ക് മൂത്രനാളിയുടെ കത്തീറ്റർ കയറ്റേണ്ടതായിട്ട് വരും, കത്തീറ്റർ ഘടിപ്പിക്കേണ്ടതായിട്ട് വരും. കത്തീറ്റർ ഘടിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പുറമേ നിന്നുള്ള അണുക്കള് ഇതിലൂടെ കയറിയിട്ട് ഭയങ്കര അണുബാധ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസുകളുടെ ആ ഒരു കാൽക്കുലേഷൻ ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാ വരിക? ഫോർമുല എങ്ങനെയാ വരിക? നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് UTI. UTI എന്ന് വെച്ചാൽ ഷോർട്ടാക്കി പറഞ്ഞേക്കാനാണ് കേട്ടോ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതിന് ഷോർട്ടാക്കി എഴുതിയിട്ടാണ് UTI കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ ഒരു മാസത്തിലായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട്, അതുപോലെ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്, സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, ഇത് 4 നമ്മൾ കണക്കാക്കുന്നത് പൊതുവെ ഒരു മാസത്തിലായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ആരും എന്നോട് ചോദിച്ചത് ഒരു മാസത്തിലാണോ വർഷത്തിലാണോ കണക്കാക്കണേന്നൊക്കെ ചോദിച്ചത്. ഈ 4 ഫോർമുലകൾ ഉണ്ടല്ലോ, അത് ഓർക്കാൻ എളുപ്പമുണ്ട്. കത്തീറ്റർ അസോസിയേറ്റഡ്, വെന്റിലേറ്റർ അസോസിയേറ്റഡ്, സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ്, സർജിക്കൽ സൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു മാസത്തിലായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ അത് ആ ഒരു മന്ത് എന്ന് പറയുന്ന ഒരു ടേം ആ ഒരു ഫോർമുലയിൽ കയറി വരും എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലും ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അതായത് ഒരു മാസത്തില് ഈ പറയുന്ന കത്തീറ്റർ ഘടിപ്പിച്ചിട്ടുള്ള, ഈ കത്തീറ്റർ ഉള്ള രോഗികളില് ഉണ്ടായിട്ടുള്ള അണുബാധകളുടെ എണ്ണം, അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. നമ്പർ ഓഫ് പേഷ്യൻസ്
നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് UTIs ഉണ്ട്. അതായത് ഒരു മാസത്തില് കത്തീറ്റർ വെച്ചിട്ടുള്ള ഈ കത്തീറ്റർ ഉള്ള രോഗികളില് എന്താ പറയാ സംഭവിച്ചിട്ടുള്ള അണുബാധകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ് നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. അതേ മാസത്തില് രോഗികൾക്ക് കത്തീറ്റർ ഘടിപ്പിച്ചിട്ടുള്ള ദിവസങ്ങളുടെ എണ്ണമാണ് കണക്കാക്കുന്നത്. എന്താണ് പറഞ്ഞത്? അതേ മാസത്തില് രോഗികളില് കത്തീറ്ററുകൾ ഉണ്ടായിരുന്ന ദിവസങ്ങളുടെ എണ്ണം, അത്രയും ദിവസങ്ങളില് എത്ര പേരില് അല്ലെങ്കിൽ എത്ര ആളുകളില് കത്തീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്, ആ ഒരു റേഷ്യോ ആണ് അവിടെ എടുക്കുന്നത്. ഇൻറ്റു 1000 നമ്മളൊരു 1000 യൂണിറ്റിലാണത് കണക്കാക്കുക. 1000 രോഗികളിലാണ് നമ്മളത് കണക്കാക്കുന്നത്. ഒന്നുകൂടെ പറയാം. അതായത് നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് UTIs ഒരു മാസത്തില് കത്തീറ്റർ ഉള്ള രോഗികളില് സംഭവിച്ചിട്ടുള്ള അണുബാധകളുടെ ആകെ എണ്ണം, അല്ലെ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. അതായത് അതേ മാസത്തില് രോഗികളില് കത്തീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്ന ദിവസങ്ങളുടെ എണ്ണം. കാര്യം ഇതിന് ദിവസങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ ഒരു കാരണമുണ്ട്. ആ ദിവസത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാര്യം എത്രയും ദിവസങ്ങൾ അത് ഘടിപ്പിക്കുന്നോ അത്രയും ഈ പറയുന്ന ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ദിവസങ്ങളിൽ നിന്നുള്ളൊരു കണക്ക് ഡിനോമിനേറ്ററിൽ വന്നത്. മറ്റൊന്നുമല്ല, നമ്മള് ഡിനോമിനേറ്ററിന്റെ ദിവസങ്ങളുടെ ഒരു എണ്ണമാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ ഇട്ടത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം ദിവസം കത്തീറ്റർ എടുക്കുന്നുണ്ടോ ആ ദിവസങ്ങളിലൊക്കെ ഈ പറയുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള കേസ് സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഡിനോമിനേറ്ററില് ദിവസങ്ങളുടെ എണ്ണം ആയിട്ട് വന്നത് കേട്ടോ. എന്താ പറഞ്ഞത്? കിട്ടി അവർക്ക് നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഇൻ എ മന്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് ഇൻറ്റു 1000 കേട്ടോ. 1000 ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? അടുത്തത് കേട്ടോ. അതുപോലെ തന്നെയാണ് അടുത്തത് വരുന്നത്. വലിയ ബുദ്ധിമുട്ടില്ല. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. ഇനി വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ന്യൂമോണിയയുടെ നിരക്കാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട്. അവിടെ നമ്മൾ ഒരു മാസത്തിലെ കണക്ക് വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഫോർമുല എങ്ങനെയാ വരിക? അതുപോലെ തന്നെ നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇന്ത്യ എന്നുള്ളത്, അതായത് ഒരു മാസത്തില് വെന്റിലേറ്ററിലുള്ള രോഗികളില് ന്യൂമോണിയ ഉണ്ടായ കേസുകളുടെ ആകെ എണ്ണം. ഓക്കെ, ഒരു മാസത്തില് വെന്റിലേറ്ററിലുള്ള രോഗികളില് ന്യൂമോണിയ കേസുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. അതേ മാസത്തില് രോഗികള് വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്ന ദിവസങ്ങളുടെ എണ്ണം. ഇത്രയും ദിവസം എടുക്കുന്നു അത്രയും ന്യൂമോണിയ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ദിവസം ഡിനോമിനേറ്ററിൽ വന്നത്. അതുകൊണ്ട് പറയാണ്, ഒരു മാസത്തില് വെന്റിലേറ്ററിലുള്ള രോഗികളില് ന്യൂമോണിയ കേസുകൾ ഉണ്ടായതിന്റെ ആകെ എണ്ണം, അതായത് ന്യൂമോണിയ കേസുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ അതേ മാസത്തില് അതേ കാലയളവില് ഈ പറയുന്ന വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്ന ഈ പറയുന്ന വെന്റിലേറ്ററിൽ രോഗികൾ ഉണ്ടായിരുന്ന ദിവസങ്ങളുടെ എണ്ണം ഇൻറ്റു 1000. 1000 യൂണിറ്റിലാണ് നമ്മൾ കണക്കാക്കുക. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നത് കേട്ടോ. അടുത്തത് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ് കേട്ടോ. ഡൗട്ട് എന്താണ്? ഡൗട്ട് ഉണ്ടോ? ലാസ്റ്റ് ചോദിക്കാം. ലാസ്റ്റ് പറയാം. സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ് കേട്ടോ. ഇനി സെൻട്രൽ ലൈനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ് കേട്ടോ. അതായത് സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തീറ്റർ പ്ലേസ്ഡ് ഓൺ ദ ലാർജ് വെയിൻ കേട്ടോ. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ കത്തീറ്റർ പ്ലേസ്ഡ് ഓൺ ദ ലാർജ് വെയിൻ. പ്രത്യേകിച്ച് നമ്മുടെ നെക്കിന്റെ ഭാഗത്തൊക്കെയുള്ള വെയിനില് അല്ലെങ്കിൽ നമ്മുടെ ആമിന്റെ ഭാഗത്തൊക്കെയുള്ള വെയിനില് നമ്മൾ ഘടിപ്പിക്കുന്ന കത്തീറ്റർ. നമ്മൾ ഡയാലിസിസ് പഠിച്ചില്ലേ, അതിനകത്ത് നമ്മൾ AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊക്കെ ലോങ് ടേം ഡയാലിസിസ് ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ആക്സസ് സൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്നു. ഷോർട്ട് ടേം ആക്സസ് സൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കത്തീറ്റർ, അല്ലെ? കത്തീറ്റർ പറയും. എന്നിട്ട് നമ്മൾ പറഞ്ഞു അത് വളരെ എന്താ പറയുക ടെമ്പററി ആണ്, കാര്യം ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, പൊതുവെ നമ്മുടെ നെക്കിന്റെ ഭാഗത്ത് ഒരു ഇൻസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെയാണ് കത്തീറ്റർ ഡെവലപ്പ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാന്ന് പറഞ്ഞു. പെട്ടെന്ന് കേസുകൾ വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലുള്ള ഒരു സംഭവമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്.
കാര്യം എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള അണുബാധകളിലേക്ക് എത്തിയിട്ടുള്ളൂടെ, പ്രത്യേകിച്ച് സെൻട്രൽ ലൈനിലോട്ടൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സ്ട്രീമിനകത്ത് രക്തത്തിൽ അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്ത് ഈ പറയുന്ന രക്തത്തിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കേസുകളുടെ ആ ഒരു നിരക്കാണ് നമ്മളിവിടെ പഠിക്കുന്നത് കേട്ടോ. സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. അപ്പൊ എങ്ങനെയാ ഫോർമുല എങ്ങനെയാ വരിക? ഇങ്ങനെയൊക്കെ ഫോർമുല വരിക. നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് ഇൻ എ മന്ത്. അതായത് ആ ഒരു മാസത്തില്, ഒരു നിശ്ചിത മാസത്തില് സെൻട്രൽ ലൈനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ പറയുന്ന രക്തത്തിലെ അണുബാധകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. അതേ മാസത്തിൽ അതേ കാലഘട്ടത്തിൽ സെൻട്രൽ ലൈൻ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്ന പേഷ്യൻസിലോ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്ന ദിവസങ്ങളുടെ എണ്ണം. ഓക്കെ, ദിവസങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ദിവസങ്ങൾ എത്രത്തോളം വരുന്നു ചാൻസസ് അവിടെ കൂടുതലാണ്. ഓക്കെ, നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. ആ ഒരു മാസത്തില് ഈ പറയുന്ന സെൻട്രൽ ലൈൻ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്ന രോഗികൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്ന ദിവസങ്ങളുടെ എണ്ണം ഇൻറ്റു 1000. നമ്മൾ 1000 രോഗികളുടെ എണ്ണം 1000 രോഗികൾ ആ ഒരു കാലയളവിൽ ആ ഒരു 1000 യൂണിറ്റിലാണ് നമ്മളത് കണക്കാക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയോ? ഓക്കെ, ഇത് 32 നിങ്ങൾ കാണാപ്പാടം 32 നിങ്ങൾ പഠിക്കേണ്ട. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലകൾ ഞാൻ ലാസ്റ്റ് മാർക്ക് ചെയ്ത് പറയാം കേട്ടോ. അത് മാത്രം നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യാം. 32 നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാർക്ക് ചെയ്ത് തരുന്നത് പ്രത്യേകം തന്നെ നോട്ട് ചെയ്ത് പരീക്ഷയ്ക്ക് പോകണം കേട്ടോ. അതിൽ നിന്ന് മിക്കവാറും വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ പ്രത്യേകം പറഞ്ഞു കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്തതാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് കേട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അതും എന്താണ്? ഒരു നോസോകോമിയൽ ഇൻഫെക്ഷന്റെ ഭാഗമാണ്. ശരിയാണല്ലോ. അതായത് ഈ പറയുന്ന സർജറി ഒക്കെ കഴിഞ്ഞ ഭാഗത്ത് തടിപ്പ് വരിക, പഴുക്കുക, അങ്ങനെ പസ് വരിക, അതൊക്കെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. അതൊരു നോസോകോമിയൽ ഇൻഫെക്ഷൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമുല മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഇൻ എ ഗിവൺ മന്ത്. ഒരു നിശ്ചിത മാസത്തിൽ നടന്നിട്ടുള്ള സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷനുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത്. ആ ഒരു മാസത്തിൽ നടന്നിട്ടുള്ള ആകെ സർജറികളുടെ എണ്ണം. അങ്ങനെയല്ലേ കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഒരു മാസത്തിൽ നടന്നിട്ടുള്ള ആകെ സർജറികളുടെ എണ്ണം. അതിനകത്ത് എത്ര എണ്ണത്തില് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റു 100. ക്ലിയർ ആയോ പറഞ്ഞത്? അത്രയേ ഉള്ളൂ കേട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. ഓക്കെ ആണല്ലോ. കൂടുതൽ ചിന്തിക്കരുത് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ അങ്ങനെ കയറി ചിന്തിക്കേണ്ട പണി കിട്ടും. അത്രയ്ക്ക് ചിന്തിക്കണ്ട കേട്ടോ. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകാം. അടുത്തത് 17 17ാമത്തേതാണ് ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. അതാണ് ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. ഈ കംപ്ലൈൻസിന്റെ അർത്ഥം എന്താണ്? പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എന്താണ്? പാലിക്കുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൈ ശുചിത്വം പാലിക്കുന്നതിന്റെ നിരക്ക്. എന്താണ് വരുന്നത്? കൈ ശുചിത്വം പാലിക്കുന്നതിന്റെ നിരക്ക് കേട്ടോ. എന്തായിരിക്കും ഫോർമുല വരിക? എന്തായിരിക്കും ഫോർമുല വരിക നോക്കിക്കേ. നോക്കാം. ഫോർമുല ഇതാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പെർഫോംഡ്. അതായത് ഈ പറയുന്ന കൈ ശുചിത്വ പ്രവർത്തനങ്ങളുടെ ആകെ എണ്ണം. നമ്മൾ പറഞ്ഞുതരാം കേട്ടോ. കൈ ശുചിത്വ പ്രവർത്തനങ്ങളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ് ഇൻറ്റു 100. അതായത് ആകെ കൈ ശുചിത്വം പാലിക്കുന്ന അവസരങ്ങളുടെ, അല്ലെങ്കിൽ കൈ ശുചിത്വം പാലിക്കേണ്ട അവസരങ്ങളുടെ ആകെ എണ്ണം ഇൻറ്റു 100. ഇവിടെ പറയാണ്. അതായത് ഈ പറയുന്ന കൈ ശുചിത്വ പ്രവർത്തനങ്ങൾ, അതായത് ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. കൈ ശുചിത്വം പാലിച്ചതിന്റെ ആകെ എണ്ണം എടുക്കുക. ആകെ എണ്ണം ഡിവൈഡഡ് ബൈ കൈ ശുചിത്വം പാലിക്കേണ്ട അവസരങ്ങളുടെ ആകെ എണ്ണം ഇൻറ്റു 100. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പെർഫോം എന്ന് വെച്ചാൽ ആകെ നടന്നിട്ടുള്ള കൈ ശുചിത്വ പ്രവർത്തനങ്ങളുടെ എണ്ണം എടുക്കാം. അതായത് എത്ര ആളുകൾ ഹാൻഡ് ഹൈജീൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോയിട്ടുണ്ട്, അങ്ങനെ നടന്നിട്ടുള്ളത് എത്ര എണ്ണം ഉണ്ട്, എത്ര കേസുകൾ, എത്ര എണ്ണം ഉണ്ട്, അത് ന്യൂമറേറ്ററിലെടുത്തു. രണ്ടാമത്തത് ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ്, കൈ ശുചിത്വ പ്രവർത്തനങ്ങളുടെ ആകെ കൈ ശുചിത്വം പാലിക്കേണ്ട അവസരങ്ങളുടെ എണ്ണം. അവിടെ കൈ ശുചിത്വം പാലിച്ചിട്ടില്ല, പക്ഷെ പാലിക്കേണ്ട അവസരങ്ങളുണ്ട്, സാഹചര്യങ്ങളുടെ എണ്ണമാണ് എന്ന് പറഞ്ഞ് സാധാരണ നമ്മളൊരു പേഷ്യന്റിന്റെ അടുത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പേഷ്യന്റിനെ കണ്ട് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ബിഫോർ ആൻഡ് ആഫ്റ്റർ കൈ നമ്മൾ വാഷ് ചെയ്തിരിക്കും.
നിർബന്ധമാണ്. അതുപോലെ നമ്മൾ എന്തെങ്കിലും പ്രൊസീജിയർ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഗ്ലൗസ് വെച്ചിട്ടായിരിക്കും ചെയ്യാം. എങ്കിൽ കൂടി ഗ്ലൗസ് ഒക്കെ ഊരിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ലപോലെ കൈ നമ്മൾ വാഷ് ചെയ്യണം. നിങ്ങൾ എന്താ പറയാ ഹോസ്പിറ്റൽ അക്വൈഡ് ഇൻഫെക്ഷനിൽ പഠിച്ചിട്ടുണ്ട്, ഹാൻഡ് ഹൈജീൻ സാനിറ്റേഷൻ മെത്തേഡിൽ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങൾ അപ്പൊ നമ്മളൊരു പേഷ്യന്റിനെ കോൺടാക്ട് ചെയ്യുന്നതിന് മുമ്പ്, അതിനുശേഷം അങ്ങനെ പ്രൊസീജിയർ നടന്ന് കഴിഞ്ഞതിന് ശേഷമൊക്കെ നമ്മൾ കൈ വാഷ് ചെയ്യേണ്ട അവസരങ്ങളാണ്. അതൊക്കെ ഒരു സാഹചര്യങ്ങളാണ്. ആ എല്ലാ സാഹചര്യത്തിലും എല്ലാവരും ചിലപ്പോൾ കൈ ശുചിത്വം പാലിച്ചോളണമെന്നില്ല. അതുകൊണ്ടാണ് അത് കുട്ടികൾക്ക് വന്നത് കേട്ടോ. കൈ ശുചിത്വം പാലിക്കേണ്ട അവസരങ്ങളുടെ ആകെ അതിനകത്ത് എത്ര എണ്ണത്തിൽ കൈ ശുചിത്വം പാലിക്കപ്പെട്ടിട്ടുണ്ട്, ഓക്കെ, നടന്നിട്ടുണ്ട്. ഇത് എന്ത് ചെയ്താൽ മതി, 100 ചെയ്താൽ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റെഗുലി, കംപ്ലൈൻസിന്റെ അർത്ഥം പാലിക്കുക എന്നാണ് കേട്ടോ. ഓക്കെ ആണോ, മനസ്സിലായോ? ഓക്കെ ആണല്ലോ. അടുത്തത് കേട്ടോ 18ാമത്തെ പോയിന്റ് ആണ് പെർസെന്റേജ് ഓഫ് കേസസ് who received appropriate prophylactic antibiotics within the specified time frame. എന്നോട് പറയാം, percentage of cases who received appropriate prophylactic antibiotics within the specified time frame. എന്താണ് prophylactic antibiotics? എന്താണ് prophylactic antibiotics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫൈലാക്സിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? പ്രതിരോധം എന്നാണ് അർത്ഥം. പ്രതിരോധം. prophylactic antibiotics എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ സർജറി ഒക്കെ കഴിയുമ്പോഴാണ് അത് ആവശ്യം വരുന്നത് കേട്ടോ. സർജറി ഒക്കെ കഴിയുമ്പോൾ ചില ആളുകൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ള ആൾക്കാർക്ക്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാകും. ചെറിയ പ്രതിരോധ ശേഷി ഒന്നും ഇല്ലാത്ത ആളുകൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ HIV പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഒട്ടും അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക് ആയിരിക്കും. അത് മാത്രമല്ല പൊതുവെ പ്രതിരോധ ശക്തി കുറഞ്ഞിട്ടുള്ള ആളുകൾക്ക് സർജറി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ സർജറിക്ക് ശേഷം ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, അതിന് മുമ്പായിട്ട് തന്നെ അങ്ങനെ ആ ഒരു ഇൻഫെക്ഷൻ അവർ മുന്നിൽ കാണുന്നുണ്ട്. അപ്പൊ അതിനെ പ്രതിരോധിക്കാനായിട്ട് മുൻകൂട്ടി തന്നെ അവരെടുക്കുന്ന ആ ഒരു മരുന്നുകൾ, ഓക്കെ, മെഡിസിൻ, അതിനെയാണ് ഇവിടെ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞേ? അതായത് നമ്മൾ പൊതുവെ സർജറി ഒക്കെ കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരാൻ റിസ്ക് ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും, സർജറിക്ക് മുന്നോടിയായിട്ട് തന്നെ എന്ത് ചെയ്യും, ആ ഒരു ഇൻഫെക്ഷൻ വരാതിരിക്കുന്നതിന് വേണ്ടി സർജറി കഴിഞ്ഞിട്ട് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ പ്രതിരോധിക്കാനായിട്ട് അവരെടുക്കുന്ന മരുന്നുകളുണ്ടല്ലോ, അതിനെയാണ് ഇവിടെ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. പൊതുവെ സർജറിയുടെ സമയത്തൊക്കെ എടുക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ. അപ്പൊ അത്തരത്തില് ഒരു സ്പെസിഫൈഡ് ടൈം ഫ്രെയിമിൽ നിശ്ചിത കാലയളവിൽ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുള്ള കേസുകളുടെ, അത്തരം കേസുകളുടെ ശതമാനം. മനസ്സിലായോ പറഞ്ഞത്? പെർസെന്റേജ് ഓഫ് കേസസ് who received appropriate prophylactic antibiotics within the specified time frame. എല്ലാവരും എടുത്തോളണമെന്നൊന്നുമില്ല. അപ്പൊ ഒരു നിശ്ചിത ടൈം ഫ്രെയിമിൽ, നിശ്ചിത പീരീഡ് ഓഫ് ടൈമില് അനുയോജ്യമായിട്ടുള്ള പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുള്ള കേസുകളുടെ ശതമാനം, അതാണ് അവിടെ ഇൻഡിക്കേറ്റർ ആയിട്ട് പറയുന്നത്. അപ്പൊ എങ്ങനെയാ ഫോർമുല എങ്ങനെയായിരിക്കും വരിക? ഇങ്ങനെയായിരിക്കും ഫോർമുല വരിക. നമ്പർ ഓഫ് പേഷ്യൻസ്, ശ്രദ്ധിക്കാട്ടോ, number of patients who did receive appropriate prophylactic antibiotics. Prophylactic antibiotics സ്വീകരിച്ച പേഷ്യൻസുകളുടെ എണ്ണം, അല്ലെ, എണ്ണം divided by എന്താണ്, number of patients who underwent surgeries in the operation theatre. ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയമായിട്ടുള്ള രോഗികളുടെ എണ്ണം, അല്ലെ, അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയമായിട്ടുള്ള ആകെ രോഗികളുടെ എണ്ണം, അതിനകത്ത് എത്ര രോഗികള് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുണ്ട്. ഇത് എന്ത് ചെയ്താൽ മതി, 100. ക്ലിയർ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ, ബോറടിക്കുന്നുണ്ടാവും അല്ലെ? കുഴപ്പമില്ല, അത് ഇങ്ങനത്തെ ചാപ്റ്റർ ആയതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് 19ാമത്തെ ശ്രദ്ധിക്കാം. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് കേട്ടോ. റീഷെഡ്യൂൾ ചെയ്യപ്പെട്ട സർജറികളുടെ ശതമാനം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എന്താണ് റീഷെഡ്യൂളിംഗ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് നമുക്ക് അതറിയാം അല്ലെ. റീഷെഡ്യൂൾ ചെയ്യാം, പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നോക്കാം കേട്ടോ. റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് കൺസിസ്റ്റ് ഓഫ് cancellation and postponement of the surgery. എന്താണ് പറയുന്നത്? റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് കൺസിസ്റ്റ് ഓഫ് cancellation and
പോസ്റ്റ്പോൺമെന്റ് ഓഫ് ദ സർജറി കേട്ടോ. എന്താണ് റീഷെഡ്യൂൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ സർജറി നമ്മൾ ക്യാൻസൽ ചെയ്യാം അല്ലെ, ക്യാൻസൽ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള സർജറി ചിലപ്പോൾ ഒരു 4 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ നീട്ടിവെക്കാം, പോസ്റ്റ്പോൺ ചെയ്യാം. അതിനെയാണ് നമ്മൾ റീഷെഡ്യൂളിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? റീഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ആ സർജറി ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതിൽ നിന്ന് ഒരു 4 മണിക്കൂർ നീട്ടി പിടിക്കാം. ഒരു 4 മണിക്കൂർ വൈകിട്ട്, അതാണ് പറഞ്ഞത് ബിയോണ്ട് 4 hours, ഒരു 4 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ആ ഒരു സർജറി എന്ത് വെക്കാം, നീട്ടിവെക്കാം. അതിനെയാണ് നമ്മൾ റീഷെഡ്യൂൾ ചെയ്യാം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ റീഷെഡ്യൂൾ ചെയ്യപ്പെട്ട സർജറികളുടെ പെർസെന്റേജ് ആണ് അവിടെ പറയുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും ഫോർമുല, എങ്ങനെയായിരിക്കും വരിക? നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ് അല്ലെ, റീഷെഡ്യൂൾ ചെയ്തിട്ടുള്ള കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്തായിരിക്കും, നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ് അല്ലെ. നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സർജിക്കൽ കേസസ് പ്ലാൻഡ് അല്ലെ. പ്ലാൻ ചെയ്തിട്ടുള്ള സർജറികളുടെ ആദ്യം, പ്ലാൻ ചെയ്തിട്ടുള്ള സർജറികളാണല്ലോ പൊതുവെ റീഷെഡ്യൂളിംഗ് നടക്കാം ആണല്ലോ അല്ലെ. പ്ലാൻ ചെയ്തിട്ടുള്ള സർജറികളല്ലേ റീഷെഡ്യൂളിംഗ് നടക്കാം. അതാണ് ഡിനോമിനേറ്റർ വരിക. ഓക്കെ, നമ്പർ ഓഫ് കേസസ് മീൻസ് നമ്പർ ഓഫ് സർജിക്കൽ കേസസ് പ്ലാൻ കേട്ടോ. പ്ലാൻ ചെയ്തിട്ടുള്ള, ആസൂത്രണം ചെയ്തിട്ടുള്ള സർജറി അല്ലെങ്കിൽ സർജിക്കൽ കേസുകളുടെ ആകെ എണ്ണം, അതിനകത്ത് എത്ര സർജറി കേസുകള് മീൻസ് റീഷെഡ്യൂൾ ചെയ്യും. ഓക്കെ, ഇൻറ്റു 100% ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? അനിസ എല്ലാം ഓക്കെ പറയുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നിഷിത ഓക്കെ നമ്മൾ ചെയ്യുന്നു. ആരോടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. വിട്ടിട്ട് പോകല്ലേ കേട്ടോ, അധികം ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് ഭയങ്കര ബോറിംഗ് ആണ്, ഇതാണ് കുഴപ്പമില്ല, നമുക്ക് പഠിച്ചല്ലേ പറ്റൂ. അടുത്തത് കേട്ടോ 20ാമത്തെ എന്താണ്? ടേൺ അറൗണ്ട് ടൈം ഫോർ ദ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. അതാണ് ടേൺ അറൗണ്ട് ടൈം ഫോർ ദ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. ബ്ലഡ് കമ്പോണൻസ് ഇഷ്യൂ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എവിടേക്ക് ഓടി വരണം? ബ്ലഡ് ബാങ്കിനകത്തേക്ക് ഓടി വരണം വേണം കേട്ടോ. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവെ എന്താണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് അറിയാമോ? ജനറലൈസ് ചെയ്ത് പറയുന്നത് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ്. അതിനെയാണ് നമ്മൾ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് കേട്ടോ. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ്. ഒരു പ്രോസസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം, അതിനെയാണ് നമ്മൾ ടേൺ അറൗണ്ട് ടൈം എന്നത് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ടേൺ അറൗണ്ട് ടൈം ഫോർ ദ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് അല്ലെ. ബ്ലഡും ബ്ലഡ് കമ്പോണൻസും ഇഷ്യൂ ചെയ്യുന്നതിനായിട്ട് എടുക്കുന്ന ടേൺ അറൗണ്ട് ടൈം. അപ്പൊ എന്തായിരിക്കും അവിടെ പറയുന്നത്? വേറൊന്നുമല്ല, നമ്മളൊരു ബ്ലഡ് ബാങ്കിനകത്തോട്ട് അല്ലെ, ഒരു ബ്ലഡ് ബാങ്കിനകത്തോട്ട് ഒരു ബ്ലഡിനോ ബ്ലഡ് കമ്പോണൻസിനോ ആയിട്ടുള്ള റിക്വസ്റ്റ് വരുന്ന സമയം തൊട്ട്, ഓക്കെ, നമുക്കൊരു ബ്ലഡിനോ ബ്ലഡ് കമ്പോണൻസിനോ റിക്വസ്റ്റ് റിസീവ് ചെയ്യുന്ന സമയം ശ്രദ്ധിക്കേട്ടോ. റിസീവ് ചെയ്യുന്ന ആ ഒരു ടൈം അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ടൈം തൊട്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്ലഡ് ബാങ്കിനകത്ത് എന്തൊക്കെ നടക്കും? ക്രോസ് മാച്ചിങ് നടക്കും അല്ലെ. ക്രോസ് മാച്ചിങ്, കമ്പാറ്റബിലിറ്റി ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് അത് റിസർവ് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്തിട്ട് ദാറ്റ് ഈസ് റെഡി ഫോർ ദ ട്രാൻസ്ഫ്യൂഷൻ. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ റെഡിയാക്കി ട്രാൻസ്ഫ്യൂഷന് അവൈലബിൾ ആകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്ലഡ് ബാങ്കില് ബ്ലഡ് കമ്പോണന്റിനായിട്ടുള്ള റിക്വസ്റ്റ് റിസീവ് ചെയ്യുന്ന സമയം തൊട്ട് അതിനെ റിസർവ് ചെയ്യുന്ന, അതായത് ക്രോസ് മാച്ചിങ് ഒക്കെ കഴിഞ്ഞ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അത് റിസർവ് ചെയ്ത് സംഭരിച്ച് ട്രാൻസ്ഫ്യൂഷന് അവൈലബിൾ ആക്കുന്ന വരെയുള്ള സമയം കേട്ടോ. അപ്പോഴാണ് ആ പ്രോസസ് അവിടെ കംപ്ലീറ്റ് ആവുന്നത്. റിക്വസിഷൻ വരുന്നതാണ് സ്റ്റാർട്ടിംഗ് പ്രോസസ്, സ്റ്റാർട്ടിംഗ് ടൈം. കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ക്രോസ് മാച്ചിങ്ങും കമ്പാറ്റബിലിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് അത് റിസർവ് ചെയ്ത് വെക്കും അല്ലെ. അത് സൂക്ഷിച്ച് അത് ട്രാൻസ്ഫ്യൂഷന് റെഡി ആക്കി വെക്കുന്ന ഒരു സമയം. അവിടെ ആ പ്രോസസ് കംപ്ലീറ്റ് ആണ്. സോ അതാണ് അവിടുത്തെ ടേൺ അറൗണ്ട്. മനസ്സിലായോ? അപ്പൊ നോക്കിക്കേ, the time taken to be calculated from the time the request is received in the blood bank. കേട്ടോ, ബ്ലഡ് ബാങ്കിനകത്ത് ആ റിക്വസ്റ്റ് ബ്ലഡ് വേണം, ഇതിന്റെ കമ്പോണന്റ് വേണം എന്നുള്ള ആ ഒരു റിക്വസ്റ്റ് റിസീവ് ചെയ്യുന്ന ആ ഒരു ടൈം തൊട്ട് till the blood is cross matched or reserved and available for the transfusion. ഏതുവരെയുള്ള സമയമാണ്? അത് ക്രോസ് മാച്ച് ചെയ്ത് റിസർവ് ചെയ്ത് വെക്കുന്നത്. ക്രോസ് മാച്ചിങ് പറഞ്ഞാൽ എല്ലാ ടെസ്റ്റും ഒക്കെ കഴിഞ്ഞ് ക്രോസ് മാച്ച് ചെയ്ത് റിസർവ് ചെയ്യുന്നു, സംഭരിച്ചു വെക്കുന്നു. that is available for transfusion. ട്രാൻസ്ഫ്യൂഷൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് വരെയുള്ള ആ ഒരു ടൈമാണ് ടേൺ അറൗണ്ട് ടൈം ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ എങ്ങനെയായിരിക്കും ഫോർമുല വരിക? എങ്ങനെയായിരിക്കും ഫോർമുല വരിക? സം ഓഫ് ദ ടൈം ടേക്കൺ, ദാറ്റ് മീൻസ് ഇത് മൊത്തമായിട്ട് എഴുതിയിട്ടില്ല.
സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ദ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച്ഡ് ഓഫ് റിസർവ്ഡ് അല്ലെ, ക്രോസ് മാച്ച് ചെയ്തിട്ടുള്ള റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള ആകെ ബ്ലഡ് ഓഫ് ബ്ലഡ് കമ്പോണൻസിന്റെ യൂണിറ്റ്, അതിന്റെ എണ്ണം. അതിനകത്ത് ഈ പറയുന്ന എത്ര സമയം കൊണ്ടാണ് ആ ഒരു ട്രാൻസ്ഫർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അതിനെടുത്ത സമയം, അത് ആ ഒരു റേഷ്യോ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യും. എന്താ വരിക? സം ഓഫ് ദ ടൈം ടേക്കൺ, ദാറ്റ് മീൻസ് സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ദ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച്ഡ് ഓഫ് റിസർവ്, ക്രോസ് മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നല്ലേ ആ ക്രോസ് മാച്ച് ചെയ്ത് റിസർവ് ചെയ്ത് വെച്ചതിനുള്ള ബ്ലഡ് അല്ലേ നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ എടുത്ത് കൊടുക്കുന്നത്. അതിൽ നിന്നുള്ള ബ്ലഡ് ആണ് നമ്മൾ എടുത്ത് ട്രാൻസ്ഫ്യൂഷന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അത് ഡിനോമിനേറ്ററിൽ നോക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച്ഡ് റിസർവ്ഡ്, ക്രോസ് മാച്ച് ചെയ്തിട്ടുള്ള റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള ആകെ ബ്ലഡ് ഓഫ് ബ്ലഡ് കമ്പോണൻസിന്റെ അതിനകത്ത് ഇഷ്യൂ ചെയ്യുന്നതിനടുത്ത് ആകെ സമയം. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? നെക്സ്റ്റ് 21 നോക്കാം. നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഫോർ ICUs and parts. Nurse to patient ratio for ICUs and parts. To keep performance indicator ആണ് ICU-ലും വാർഡിലുമുള്ള nurse to patient ratio. Nurse to patient ratio. അത് എളുപ്പമാണ്, പഠിക്കാൻ ഭയങ്കര സിമ്പിൾ. എന്തായിരിക്കും ഫോർമുല വരിക? നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് അല്ലെ, nurse to patient ratio ആണ് പറയുന്നത്. നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ്സ് അല്ലെ, നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ്സ്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഒക്യുപ്പൈഡ് ബെഡ് ഉണ്ട്, ബെഡിന്റെ കണക്ക് എന്താ പറയുന്നത്? അതല്ല, ഒക്യുപ്പൈഡ് ബെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെഡ്സ് ഒക്യുപ്പൈഡ് ബൈ ദ പേഷ്യൻസ് അല്ലെ, പേഷ്യൻസ് ഒക്യുപ്പൈഡ് ചെയ്തിട്ടുള്ള ബെഡുകളുടെ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അറിയാവുന്ന കാര്യമാണ് അത് പറഞ്ഞിട്ടുണ്ട്. Number of nursing staff divided by number of occupied beds. That means the number of patient occupied beds. Similarly, അടുത്തത് 22ാമത്തെ വെയിറ്റിംഗ് ടൈം ഫോർ ദ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. അടുത്ത കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് വെയിറ്റിംഗ് ടൈം അല്ലെ, വെയിറ്റിംഗ് ടൈം ഫോർ ദ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എടുക്കുന്ന കാത്തിരിപ്പ് സമയം, അതൊരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ ആണ്. നമ്മൾ നേരത്തെ ടേൺ അറൗണ്ട് ടൈം പഠിച്ചല്ലോ, ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ്, അതുപോലെ തന്നെ ഒരു സമയമാണ് വെയിറ്റിംഗ് ടൈം. വെയിറ്റിംഗ് ടൈം എല്ലാവർക്കും അറിയാം, കാത്തിരിപ്പ് സമയം അല്ലെ. എന്താണത്? വെയിറ്റിംഗ് ടൈം ഇസ് ദ ലെങ്ത് ഓഫ് ദ ടൈം which one should wait in order for a specific action to happen after that action is called for or mandate. അല്ലെ, നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിക്കാനായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സമയം, ഇത്രയേ ഉള്ളൂ. അതൊന്നും പറയുന്നല്ലോ. വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാത്തിരിപ്പ് സമയം അല്ലെ. ഓക്കെ, നമുക്ക് ഒരു കാര്യത്തിന് ഇവിടെ നമ്മൾ പഠിക്കുന്നത് വെയിറ്റിംഗ് ടൈം ഫോർ ദ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ആണ്. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എടുക്കുന്ന കാത്തിരിപ്പ് സമയം. അപ്പൊ ഏത് വരെയുള്ള ടൈമാണ് അവിടെ എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, അത് നോട്ട് ചെയ്ത് വെക്കണം. വെയിറ്റിംഗ് ടൈം ഫോർ ദ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ഈസ് ദ ടൈം, ശ്രദ്ധിക്കട്ടെ, എവിടെ നിന്നുള്ള ടൈമാണ് എടുക്കുന്നത് നോക്കാം. ഈസ് ദ ടൈം ഫ്രം which the patient has come to the respected outpatient department till the time that the respected consultant begins the assessment. Okay, എന്താ പറയുന്നത്? അതായത് വെയിറ്റിംഗ് ടൈം ഫോർ കൺസൾട്ടേഷൻ, ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഔട്ട് പേഷ്യന്റ്, ദാറ്റ് മീൻസ് ആ ഒരു പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്ന സമയം തൊട്ട്, അത് എപ്പോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നോ ആ ഒരു ടൈം തൊട്ട് അവർ ആ ഒരു ഡോക്ടറുടെ റൂമിൽ കയറിയിട്ട് ഡോക്ടർ അവരുടെ കൺസൾട്ടേഷൻ ആരംഭിക്കുന്നത് വരെയുള്ള സമയം. ക്ലിയർ ആയോ പറഞ്ഞത്? ആ ഒരു പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നു, ആ എത്തുന്ന ടൈം തൊട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഒരു ടൈം തൊട്ട് അതിന്റെ ഇടയ്ക്ക് കുറെ കാര്യങ്ങളൊക്കെ നടന്നു. അതിനുശേഷം ആ ഒരു ഡോക്ടറുടെ റൂമിനകത്ത് കയറി ആ ഒരു ഡോക്ടർ ആ ഒരു പേഷ്യന്റിന്റെ കൺസൾട്ടേഷൻ ആരംഭിക്കുന്നത് വരെയുള്ള സമയം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇയാൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എത്തുമ്പോൾ അതിനകത്ത് ചെക്ക് ഇൻ ടൈം ഒരു 10 മണിക്ക് അയാൾ എത്തുന്നു. അയാൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ അയാൾ എത്തിയിട്ടുണ്ട്, 10 മണിക്ക് എത്തിയിട്ടുണ്ട്. 10 മണിക്ക് എത്തിയിട്ട് അയാൾ ഒരു രജിസ്ട്രേഷൻ ഫോം ഒക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ ചെക്ക് ഇൻ ടൈം ഒക്കെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. രജിസ്ട്രേഷൻ ഫോമും മറ്റുള്ള കാര്യങ്ങളൊക്കെ അയാൾ ഫില്ല് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ചിലപ്പോൾ വൈറ്റൽസ് എടുക്കാൻ പോകും. സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ. അതായത് വൈറ്റൽസ് എടുക്കാൻ വെച്ചാൽ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ ഓക്സിജൻ സാച്ചുറേഷൻ ഒക്കെ ഒന്ന് വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ ഡോക്ടറുടെ റൂമിലോട്ട് നമ്മൾ കടത്തി വിടുന്നത് അല്ലെ. അപ്പൊ ആ വൈറ്റൽസ് ഒക്കെ എടുക്കുന്ന ടൈം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ചു നേരം ഡോക്ടറെ കാണാനായിട്ട് അയാൾ കാത്തിരിക്കുന്നത്, ഈ സമയമൊക്കെ അതിനകത്ത് പെടുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് ഡോക്ടർ വിളിക്കുന്നു, ഡോക്ടറുടെ റൂമിലോട്ട് കയറുന്നു, ആ ഡോക്ടർ അയാളുടെ കൺസൾട്ടേഷൻ ആരംഭിക്കുന്നു. കംപ്ലീറ്റ് ചെയ്യുന്നില്ല, അസസ്മെന്റ് ബിഗിൻ ചെയ്യുന്നുള്ളൂ, ആരംഭിക്കുന്നുള്ളൂ. അത് വരുന്ന സമയം. അതാണ് വെയിറ്റിംഗ് ടൈം ഉദ്ദേശിക്കുന്നത്. പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്, the patient has come to the respected outpatient department. പ്രാക്ടിക്കലി പറയുന്നുണ്ട്, it may or may not be the same time as registration. രജിസ്ട്രേഷന്റെ സമയത്തോ അല്ലാതെയുള്ള സമയമാകാം. രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം പോകുമ്പോൾ മാത്രമേ രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരുന്നുള്ളൂ. അല്ലാത്ത പിന്നീട് പോകുന്നത് നമുക്ക് വേണ്ട, അതേ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പിന്നെ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ആ സമയം പിന്നെ അവിടെ വരുന്നില്ല. ആദ്യമായിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് രജിസ്ട്രേഷന്റെ ടൈം ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ till the time that the respective consultant, not the junior doctor or resident, അതായത് കൺസൾട്ടന്റിന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കൺസൾട്ടന്റ്, അല്ലാണ്ട് ആരല്ല ജൂനിയർ റെസിഡന്റ് ഡോക്ടർ സീനിയർ റെസിഡന്റ് ഡോക്ടർമാരോ അല്ല, ശരിക്കും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കൺസൾട്ടന്റ് അതിന്റെ അസസ്മെന്റ് ആ പേഷ്യന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സമയം. കേട്ടോ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഫോർമുല എന്തായിരിക്കും വരിക? എന്തായിരിക്കും ഫോർമുല വരിക? സം ഓഫ് ദ ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ ദ കൺസൾട്ടേഷൻ. സം ഓഫ് ദ ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ കൺസൾട്ടേഷൻ. ഇത്രയും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല, സം അല്ലെങ്കിൽ ടോട്ടൽ എന്താ പറയാ ടൈം ടേക്കൺ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ വെയിറ്റിംഗ് ടൈം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The total waiting time, the amount of time taken for the patient for the consultation. Consultation ആയിട്ട് അവർ കാത്തിരിക്കേണ്ട സമയം, വെയിറ്റിംഗ് ടൈം, അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. The sum total patient in time for consultation divided by total number of outpatients. ആകെ എത്ര outpatients ഉണ്ട്, ആകെ വന്നിട്ടുള്ള outpatientകളുടെ എണ്ണം, അതിനകത്ത് അവർ കൺസൾട്ടേഷൻ എടുത്തിട്ടുള്ള ടൈം, വെയിറ്റിംഗ് ടൈം. ഓക്കെ, അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞ് ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു സംഭവം വന്നിട്ടുണ്ട്, ഡിനോമിനേറ്ററിൽ നമ്പറുമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ ആവറേജ് വെയിറ്റിംഗ് ടൈം ആണ് കണക്കാക്കുന്നത് കേട്ടോ. ആവറേജ് എന്ന് പറഞ്ഞാൽ ശരാശരി. ശരാശരി എങ്ങനെ കണക്കാക്കാം? സം ബൈ നമ്പർ അല്ലേ, തുക ബൈ എണ്ണം അല്ലേ ശരാശരി പറഞ്ഞ്. ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു സമ്മാണ് വന്നിട്ടുണ്ട്, തുകയാണ് വന്നിട്ടുണ്ട്. താഴെ വന്നിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യന്റ് നമ്പറാണ്, തുക ബൈ എണ്ണമാണ് വന്നിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത് ആവറേജ് വെയിറ്റിംഗ് ടൈം ആണ്. പൊതുവെ വരുന്ന ശരാശരി വെയിറ്റിംഗ് ടൈം എത്രയാണ്, അതാണ് നിങ്ങളുടെ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് വരുന്നത് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് കേട്ടോ. രോഗനിർണയത്തിനായിട്ട് എടുക്കുന്ന സമയം. ഇതും കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ ഇതുവരെ തീർക്കണം എന്നുള്ള രീതിയിലാണ് വന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്കത് തീർക്കാം കേട്ടോ. ഇത് വലിയ ചാപ്റ്റർ ആണ്. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് കേട്ടോ. ഡയഗ്നോസ്റ്റിക്സിന് എടുക്കുന്ന സമയം ഇതുപോലെ തന്നെ ഒരു സംഭവമാണ് കേട്ടോ. എന്താണ് നോക്കിക്കേ, വെയിറ്റിംഗ് ടൈം ഫോർ ദ ഡയഗ്നോസ്റ്റിക്സ് ഇസ് ദ ടൈം ഫ്രം, നോക്കട്ടോ, ടൈം ഫ്രം വിച്ച് ദ പേഷ്യന്റ് ഹാസ് കം ടു ദ ഡയഗ്നോസ്റ്റിക് സർവീസ്. ആ ഒരു ഡയഗ്നോസ്റ്റിക് സർവീസ് എന്ന് പറയുമ്പോൾ ലാബ് ആവാം, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആ സ്കാനിങ് ഒക്കെ ചെയ്ത റേഡിയോളജിയിലോട്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ലബോറട്ടറിയിലോട്ടാവാം കേട്ടോ. അപ്പൊ അവിടേക്ക് ഈ രോഗി എത്തുന്ന സമയം, അവരെത്തുന്ന ആ ഒരു ടൈം തൊട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, റിക്വസിഷൻ ഫോം ഹാസ് ബീൻ പ്രസന്റഡ് ടു ദ കൗണ്ടർ. ഓക്കെ, ഇപ്പൊ ഒരു എക്സ്റേ എടുക്കാൻ തന്നു, ആ ഒരു എക്സ്റേ എടുക്കണം എന്നുള്ള ആ ഒരു എന്താ പറയാ നോട്ട് ആ കൗണ്ടറിലേക്ക് പാസ് ചെയ്യുന്ന സമയം തൊട്ട് അല്ലെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് വന്നിട്ട് ആ എക്സ്റേക്ക് ഡോക്ടർ എഴുതി കൊടുത്തിട്ടുണ്ടാവും. എക്സ്റേ ചീട്ടുമായിട്ട് ആ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കൗണ്ടറിലേക്ക് ആ ചീട്ട് കൈമാറുന്നത് തൊട്ട് അല്ലെ, ആ ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്ന സമയം എവിടെ വരെയാണ്? till the time that the test is started. ആ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം കേട്ടോ. ആ ടെസ്റ്റ് അവരെ വിളിക്കുന്നു, അവരെ കാത്തിരിക്കുന്നു, അതിനുശേഷം അവരെ എക്സ്റേ എടുക്കാനായിട്ട് വിളിക്കുന്നു. ആ എക്സ്റേ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം കേട്ടോ, അതുവരെയുള്ള സമയം. അതാണ് അവരുടെ വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർമുല എന്തായിരിക്കും വരിക? നേരത്തെ പോലെ തന്നെ സം ടോട്ടൽ പേഷ്യന്റ് റിപ്പോർട്ടിംഗ്, ദാറ്റ് മീൻസ് സം ഓഫ് ദ ടൈം ആണ് കേട്ടോ. സം ഓഫ് ദ ടൈം, ടോട്ടൽ ടൈം ദാറ്റ് ദ പേഷ്യന്റ് റിപ്പോർട്ടിംഗ് ദ ഡയഗ്നോസ്റ്റിക് ആണ് ഉദ്ദേശിക്കുന്നത്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള രോഗികളുടെ എണ്ണം. ഇവിടെ സം ഓഫ് ദ ടോട്ടൽ ടൈം എന്ന് വരും കേട്ടോ. ടൈമാണ് കേട്ടോ മോളിൽ പറയുന്നത്. സം ഓഫ് ദ അല്ലെങ്കിൽ ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ദ പേഷ്യന്റ് റിപ്പോർട്ടിംഗ് ഇൻ ദ ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ പേഷ്യന്റ് റിപ്പോർട്ട് ചെയ്യാനെടുക്കുന്ന ആകെ സമയം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം. അപ്പോഴും എന്താണ്, ന്യൂമറേറ്ററിൽ ഒരു സമവും താഴെ ഒരു നമ്പറോ വന്നിരിക്കുന്നത്.
നമുക്ക് എന്താണ് ആവറേജ് വെയിറ്റിംഗ് ടൈം ആവറേജ് ആണ് ഇവിടെ കണക്കാക്കുന്നത് കേട്ടോ. ശരാശരി വെയിറ്റിംഗ് ടൈം കൊണ്ട് ഡയഗ്നോസ്റ്റിക്സ് ആണ് ഇവിടെ. ഓക്കെ, ഇത്രയും. ഈ ഫോർമുലകള് നിങ്ങളൊന്ന് മനസ്സിലെത്തി ആ കൺസെപ്റ്റ് നല്ലപോലെ ക്ലിയർ ചെയ്യുക. കൺസെപ്റ്റ് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് ആ ഫോർമുല പഠിക്കാം. ഒരു പഠിക്കല്ല 2-3 പ്രാവശ്യം വായിച്ചു നിങ്ങൾക്ക് തെറ്റില്ല, ഉറപ്പായിട്ട് തെറ്റില്ല കേട്ടോ, ഉറപ്പായിട്ട് തെറ്റില്ല. അങ്ങനെ നോക്കിയാൽ മതി. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനെ കൺഫ്യൂഷൻ വരാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഫോർമുല തരും. താഴെ തന്നിട്ട് ഒരു ഫോർമുല തന്നിട്ട് ഏത് ഫോർമുലയാണ് അതിൽ കറക്റ്റിലാണ് ചോദിക്കുക. ആ രീതിയിലാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ എല്ലാവരും കാണുമ്പോൾ ചിലപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഒരുപോലെയൊക്കെ ഫീൽ ചെയ്യും. ചിലപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇൻറ്റു ആണോ ഹരണമാണോ ഡിവിഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും. ചിലപ്പോൾ ഇടയിൽ ഇൻറ്റു അവസാനം ഹരണം അങ്ങനെയൊക്കെ ആയിട്ടാവും കൊടുക്കുക കേട്ടോ. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളാണ് സാധാരണ ഓപ്ഷനിൽ കാണാറുള്ളത്. അപ്പൊ നിങ്ങൾ ഇത് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ആ ഫോർമുല 1-2 പ്രാവശ്യം വായിക്കണം. ഒറ്റയടിക്ക് ഇരുന്ന് വായിക്കണ്ട. നിങ്ങൾ ആദ്യത്തെ ദിവസം ഒന്ന് വായിക്കാം. നാളത്തെ ദിവസം എത്രയും സമയം ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. മറ്റന്നാൾ വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ കിട്ടും കേട്ടോ. ആ രീതിയിൽ പഠിക്കും. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മറ്റു ക്ലാസ് വായിക്കും. ഓക്കെ, അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വായിക്കും. ഓക്കെ, താങ്ക് യു.